ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നത്. കടലക്കപ്പത്തിലി, പരിപ്പ് കേക്ക്, കടലപ്പോള, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഇത് കഴിക്കുന്നത് എൻ്റെ ഉമ്മ അനിയത്തീൻ്റെ വീട്ടിൽ പോയപ്പോട്ടാ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ കരിക്കുകയെന്ന് അറിയില്ലേ, നമ്മൾ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോയാൽ അന്നേരം മൂപ്പത്തി ഉണ്ടാക്കി തന്ന സാധനം കേട്ടോ ഇത്. ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ അഡിക്റ്റ് ആയിപ്പോയി. അന്നേരം തന്നെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ അത് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി കേട്ടാ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടലപ്പരിപ്പാണ്. തുവരപ്പരിപ്പല്ലേ, നമ്മുടെ കടലപ്പരിപ്പ് കുറച്ച് മഞ്ഞ വലുതായിട്ട് കാണുന്നില്ലേ, അത് പരിപ്പാണ് കേട്ടോ. ഇത് ഞാൻ ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അത് കുക്കറിലിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസുമ്മൽ ഒറ്റ വിസിൽ വരുത്തിക്കുന്നുണ്ട്. ഞാൻ അരക്കപ്പ്, നമ്മൾ സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് അരക്കപ്പ് കടലപ്പരിപ്പാട്ടോ പുതിർത്തി വെന്തതിന് ശേഷമാണ് ഇത്രയും നിങ്ങൾ കാണുന്നത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, ഭയങ്കര ടേസ്റ്റുമാണ്. ഞാൻ മുഴുവൻ കടലപ്പരിപ്പ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് പകുതി ഗ്ലാസ് പാലും ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം 5 കോഴിമുട്ട അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഒത്ത മധുരമാട്ടോ. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ അധികം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിനാട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യണം. ഓവറായിട്ട് അടിച്ചെടുക്കരുത്. ജസ്റ്റ് മുട്ടയും ഷുഗറും എല്ലാം ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ കുറച്ച് സമയം അടിച്ചെടുത്താൽ മതി. ഇനി ഏലക്കാപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിനാട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ മനസ്സിലാകുന്നുണ്ടാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. പശു നെയ്യിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് പശു നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൽ തന്നെയാട്ടോ നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോഴൊക്കെ ഫുൾ ഫ്ലെയിമിലാട്ടോ ഉള്ളത് ഗ്യാസ്. അത് നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. ഇതിൻ്റെ വിസിൽ നമ്മൾ മാറ്റി കൊടുക്കണം. എന്നിട്ട് അടിയിലൊരു തട്ടി വെച്ച് കൊടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്നില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഈ വിസിൽ ഒഴിവാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞെടുത്ത് നോക്കിയാൽ നമ്മുടെ കടലക്കപ്പത്തിരി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. മക്കൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എനിക്കിത് കഴിക്കുമ്പോൾ ഒരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നെല്ലാം പറയില്ലേ, ആ ഒരു ടെക്സ്ചറാട്ടോ ഈ കടലക്കപ്പത്തിലിന്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.